ഹലോ അസ്സാം വലൈക്കും. റിച്ചൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ നോക്കുക. ഇലയുടെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ഇലയുടെ ഉണ്ടാക്കുന്നത് പൊടിയണ്ണിൻ്റെ ഇലയിൽ വെച്ചിട്ടാണ്. വാഴ ഇലയിൽ ഉണ്ടാക്കാം. അത് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ച പച്ചരി പൊടിച്ച പൊടി ഉണ്ടാക്കാം. ഇനി പാക്കറ്റ് പൊടിയാണെങ്കിൽ അരിപ്പൊടി, ഏത് അരിപ്പൊടി അതിന് എടുക്കാവുന്നതാണ്. അതിന് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി ഇതിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് നന്നായി കുഴച്ചതിന് ശേഷം നമ്മൾ ഇലയിൽ വെച്ചിട്ട് പരത്തിയിട്ടാണ് ഉണ്ടാക്കുക. അതിലേക്ക് നമ്മൾ മിക്സാക്കിയിട്ട് തേങ്ങയും ശർക്കര പൊടിച്ചതും ഏലക്ക പൊടിച്ചതൊക്കെ തേങ്ങ ചിരവിക്കിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുക. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഇലയിലേക്ക് ആവശ്യമായത് അരിപ്പൊടി. ഞാൻ ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി, അതിലേക്ക് ഒരു ശർക്കര, അതുപോലെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാവ് റെഡിയാക്കാം. ഈ അരിപ്പൊടി തിളച്ച വെള്ളത്തിലിട്ട് നല്ലോണം പത്തിരിക്ക് കുഴക്കണത് പോലെ കുഴച്ചെടുക്കാം. എങ്ങനെ നോക്കാം. അങ്ങനെ നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. നമ്മൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല ടൈറ്റായി വരുന്ന ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ പൊടി വാട്ടിയത് ഇങ്ങനെ ആയി വരണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് ചൂട് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൊടുവെണ്ണിൻ്റെ ഇല പറിക്കാൻ വന്നിക്കാണ്. വലിയ മരമുണ്ട് ഇവിടെ. ഇതിന്മേൽ നല്ല ഇലകളുണ്ടോ നോക്കണം. നല്ല ഇലകളുണ്ടെങ്കിൽ നമുക്ക് ഇതിന്മേന്ന് ഇല പറിക്കാം. ഇറങ്ങാണേ. ബാ ഒരു കുറങ്ങല്ല ഇവിടെ. ആ അങ്ങനെ നമ്മൾ ഇലകളൊക്കെ പറിച്ച് വന്ന് നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് കഴുകിയെടുത്തു. കാരണം മഴയാണ്, തപ്പപ്പീ ഉണ്ടോ അങ്ങനെയൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. നമുക്ക് പൊടി കുഴച്ചിട്ട് ഇതിൽ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പൊടി ഇതുപോലെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. 2 കൈയും വെച്ചിട്ട് നന്നായി കുഴച്ച് ലേശം കയ്യുമ്മൽ എണ്ണയൊക്കെ ആക്കിയിട്ട് ഒന്നുകൂടി നന്നായി കുഴക്കുക. അപ്പോൾ നല്ല കുഴഞ്ഞ് കിട്ടും. എന്നിട്ട് ഇലയിൽ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഇലയിൽ വെച്ച് പരത്തിയെടുക്കുക. അല്ലെങ്കിൽ നമ്മളെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിന്മേൽ പരത്തിയിട്ട് ഇലയിൽ വെച്ചിട്ട് ആ ഫില്ലിങ്ങൊക്കെ വെച്ച് നന്നായിട്ട് മടക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ മാവ് ഇങ്ങനെ കുഴച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ പത്തിരി പരത്തണ ആ മെഷീനിൽ വെച്ചിട്ട് അമർത്താം, അല്ലെങ്കിൽ ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഞാൻ പത്തിരി മെഷീനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഞാൻ കുക്കറിലാണിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ആവിയിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ മാവൊക്കെ കുഴച്ച് ഇതുപോലെ ഇലയിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങയും ശർക്കരയും
ഏലക്ക പൊടിയൊക്കെ കൂട്ടിയത് ആ മിക്സ് ഇതിലിങ്ങനെ വെച്ചിട്ട് നമുക്കിത് മടക്കിയെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് രണ്ട് ഭാഗം ഒരുപോലെ ഒപ്പാക്കിയിട്ട് മടക്കി ഇങ്ങനെ ആക്കുക. മടക്കിയിട്ട് 4 മൂലയൊക്കെ മടക്കി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇലയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ആവിയിൽ വേവിക്കാം. ഞാൻ കുക്കറിലാണ് ഇത് ആവിയിൽ വേവിക്കും. ഇങ്ങനെ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ഒരു 2 3 4 ചിരട്ട, ഞാൻ ഇപ്പോൾ ചെറിയ തേങ്ങൻ്റെ ചിരട്ടാണ്, 4 ചിരട്ട ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച അട വെക്കുക. നമ്മളുണ്ടാക്കി വെച്ച അട അങ്ങനെ ചിരട്ടൻ്റെ മുകളിൽ ഇങ്ങനെ അടക്കി വെക്കുക. ഇങ്ങനെ മേലായിട്ട് ഇങ്ങനെ ചിരട്ടൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കാം. നമ്മളിതിൻ്റെ അടപ്പടച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള വിസിലെടുത്ത് വെക്കണം. ഇങ്ങനെ നമ്മൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കാം. കുക്കറിൽ ഇങ്ങനെ അട വേവിച്ച് വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇത് വാഴയിലയിൽ ചെയ്യാം, ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാം. ഞാൻ അരിപ്പൊടി എടുത്തിട്ടാണ് ചെയ്തത്. പൊടിവെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അടക്കുള്ളതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇങ്ങനെ ഇലയിൽ പരത്തിയിട്ട് വെച്ചു. പിന്നെ നമ്മളിങ്ങനെ ഫില്ലിങ്ങൊക്കെ ഇതാക്കി വെച്ചു. ഇനി നമുക്കിത് മടക്കിയെടുക്കണം. മടക്കിയെടുത്തിട്ട് നമുക്ക് ആവിയിൽ വേവിക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആവിയിൽ വേവിച്ച പലഹാരം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയാണ് കുക്കറിന് ആവി കയറിയിട്ട് ഇതുപോലെ ആവും നമ്മൾ ആവിയിൽ വേവിച്ചതിൻ്റെ കളറ്. നമ്മളെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളെ ഇലയുടെ വരിക. ഇതിങ്ങനെ തുറന്നിട്ട് കഴിക്കണം. പിന്നെ ഇപ്പം ചൂട് കട്ടൻ ചായയും. ഇതാണ് നമ്മളെ ഇലയുടെ രൂപം. ഇങ്ങനെയാണ് കുറച്ച് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് വേറിട്ട് വരുള്ളൂ. പിന്നെ ഇത് വെന്തതിന് ശേഷമുള്ള തെങ്ങാണ് ഇങ്ങനെ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. താങ്ക് യു.